ഹലോ പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ആ ഒരു ചൂട് കഴിയുന്നതിന് മുമ്പ് അടുത്ത മോഡൽ എക്സാമിങ് എത്തി. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാമിന് നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കൺമുൻപിലുള്ളൂ. മോഡൽ എക്സാം ഒന്ന് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് അടുത്ത എക്സാമിങ് വരും, ഏതാണ് നമ്മുടെ ഫൈനൽ എക്സാം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയേ മതിയാവത്തുള്ളൂ അല്ലേ. നമ്മുടെ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്രയാണ് 11 ചാപ്റ്റേഴ്സ് ആണല്ലോ. 11 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മൊത്തം ഉണ്ട്. ഓക്കെ, 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൈക്രോയിൽ 5 ചാപ്റ്ററും മാക്രോയിൽ 6 ചാപ്റ്റേഴ്സും ആണുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ വേണം ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. കാരണം നിങ്ങളുടെ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൊരു എക്സാം ആണെന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഒരു പ്രിപ്പറേഷൻ പോലെ വേണം നിങ്ങൾ മോഡൽ എക്സാമിനെ കാണാനായിട്ട്. ഓക്കെ, ഒരു ഫൈനൽ എക്സാം എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ മോഡൽ എക്സാമും അങ്ങ് എഴുതിക്കൊള്ളുക. ഓക്കെ, അതാണ് മിസ്സിന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ എന്താണ്, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. എല്ലാം നല്ല വൃത്തിക്ക് പഠിക്കുകയും വേണം. ആൻഡ് അത് മാത്രമല്ല, ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കുറച്ചും കൂടി അധികമായിട്ടിരുന്ന് പഠിക്കേണ്ട ഒരു സമയമാണിതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സിൻ്റെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ഓപ്പൺ ഇക്കോണമി മാക്രോ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഇരുന്നും കാണും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്പൺ ഇക്കോണമി മാക്രോ എക്കണോമിക്സിലെ ബാലൻസ് ഓഫ് ട്രേഡ് വേഴ്സസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 5 മാർക്സിന് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പം എന്താണ് ഈ സംഭവം എന്നൊക്കെ പറയുന്നതിന് മുമ്പേ നമുക്കറിയണം എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് നമുക്കറിയണ്ട. യെസ്, അറിയണം. അപ്പം എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഥവാ നമ്മൾ എന്ത് പറയും, BOP എന്ന് പറയും. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, BOP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രി, ഓക്കെ, ഒരു കൺട്രിയിലുള്ള എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷൻസും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലാണ്. ഓക്കെ, ഓൾ ദി എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ എ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഒരു രാജ്യവും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ. ആ എക്കണോമിക് ട്രാൻസാക്ഷൻസ് കാണിക്കുന്നത് എവിടെയാണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലാണ്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്താ ഉണ്ടാവുക, ഓൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻ, ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം എവിടെയാണ് ഉണ്ടാവുക, എല്ലാം നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കുള്ളതാണ് എന്ത്, ബാലൻസ് ഓഫ് ട്രേഡ്. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യത്തെ ഗുഡ്സിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ട്സും, ഓക്കെ, നമ്മളൊരു സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതിയും ചെയ്യുകയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസിയേഷൻ കാണിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡിലാണ്. എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ മാത്രമാണ് കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഗുഡ്സ് എന്താണ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അത് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ബാലൻസ് ഓഫ് ട്രേഡിൽ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലായാലോ അവിടെ നമ്മൾ ഗുഡ്സ് കാണിക്കുന്നുണ്ട്, സർവീസ് കാണിക്കുന്നുണ്ട്, ഓരോ ആൾക്കാരുടെ ഇൻകം കാണിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഫ്ലോ കാണിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻഫ്ലോവും ഔട്ട്ഫ്ലോവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. എവിടെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, ഇൻക്ലൂഡ്സ് ഓൺലി വിസിബിൾ ഐറ്റംസ്. ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ കാര്യമാണ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പോർട്ട്സും ഇമ്പോർട്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഗുഡ്സിൻ്റെ ആ ഒരു ഡിഫറൻസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലായാലോ അവിടെ വിസിബിൾ ഐറ്റംസും ഉണ്ട്, ഇൻവിസിബിൾ ഐറ്റംസും ഉണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട്, ഗുഡ്സ് ഉണ്ട്, സർവീസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ഫ്ലോ ഉണ്ട്. ഇങ്ങനെ എല്ലാം നമുക്കിവിടെ എവിടെ കാണാൻ സാധിക്കും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്ത് നോക്കിയേ, ബാലൻസ് ഓഫ് ട്രേഡിൽ എന്താ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല. ഓക്കെ, ബാലൻസ് ഓഫ് ട്രേഡ് എന്താ, കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് ട്രേഡും കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ഉണ്ട്. ബാലൻസ് ഓഫ് ട്രേഡ് നോക്കുകയാണെങ്കിൽ എന്താ, അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടേ ഇല്ല. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലോ അവിടെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം, ബാലൻസ്ഡ് ആവാം. സർപ്ലസ് വരുന്നത് എപ്പോഴാണ്, എക്സ്പോർട്സ് ആണ് കൂടുതൽ, എന്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ട്സിലും കൂടുതലെങ്കിൽ അവിടെ സർപ്ലസ് ബാലൻസ് ഓഫ് ട്രേഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, സർപ്ലസ് BOT. ഇനി ഡെഫിസിറ്റ് BOT നമുക്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുന്നത്, ഇമ്പോർട്ട്സ് ആണ് കൂടുതൽ, എന്തിനേക്കാളും കൂടുതൽ എക്സ്പോർട്സിലും കൂടുതലാണ് സിറ്റുവേഷൻ. ഇനി ബാലൻസ്ഡ് ഉണ്ട്, അവിടെ എന്താണ്, എക്സ്പോർട്സും ഇമ്പോർട്ട്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താ, എപ്പോഴും അത് ബാലൻസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എന്താ, ഒരു നാരോ കോൺസെപ്റ്റ് ആണ്. കാരണം എന്താ, ഗുഡ്സിൻ്റെ എക്സ്പോർട്സും ഇമ്പോർട്ട്സും മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ എന്താ, ഗുഡ്സ്, സർവീസ്, ഇൻകം, ക്യാപിറ്റൽ ഫ്ലോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സംഭവം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇത് പഠിക്കുക. 5 മാർക്സിന് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.